ഷോർട്സ് ചെയ്യുമ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുക, ഏതെങ്കിലും പാട്ടിൻ്റെ കൂടെ അതാണ്ട് കയറ്റി വിടുക. പക്ഷേ ഒരു ഫുൾ ലെങ്ത് വീഡിയോ, അതും ഒരു യാത്രാ വിവരണമാകുമ്പോൾ നമ്മളതിൽ എന്താണെന്ന് പറഞ്ഞില്ലെങ്കിൽ കാണുന്നവർക്ക് എന്താണെന്ന് മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ എന്തായാലും വോയിസ് മിക്സ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. പക്ഷെ വോയിസ് മിക്സ് ചെയ്യാൻ തീരുമാനിച്ചപ്പോഴാണ് മനസ്സിലായത് ഇത് ഇത്രയും വലിയ പണിയുണ്ടെന്ന്. ഭയങ്കര പണിയെന്ന് കയറുന്നല്ല, നമ്മൾ ഒരാളെ കണ്ട് സംസാരിക്കുക അല്ലെങ്കിൽ നമ്മൾ ഫോണിൽ കൂടെ സംസാരിക്കുക, അതിനൊന്നും പ്രശ്നമില്ല. പക്ഷേ ഇതിൽ വീഡിയോയിൽ വോയിസിൽ പറയാമെന്ന് പറയുമ്പോൾ എന്താ പറയേണ്ടത്, ആദ്യമായിട്ട് ചെയ്യണ കാരണം എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. എന്നാലും പറയാൻ പറ്റില്ലല്ലോ, അപ്പോൾ പറയാൻ ഞാൻ. അപ്പോൾ മലേഷ്യ യാത്രയെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് യാത്ര ആരംഭിച്ച് മലേഷ്യ എയർപോർട്ട് വരെയുള്ള കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മുടെ സേഫ്റ്റിയെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ്. പിച്ച് വെച്ച് തുടങ്ങിയിട്ടുള്ളൂ, അപ്പോൾ പറയണ കാര്യങ്ങളിൽ ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടാവും. പിന്നെ ബാക്കിയുള്ളവർ പറയണ മാതിരിയുള്ള ആ ഒരു വാചാരിത്യ, എന്താ പറയുക, ആ ഒരു എന്താ പറയല്ലോ, ആ ഒരു എയിമങ്ങോട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ അതിൽ തെറ്റുകളുണ്ടാവും, ക്ഷമിക്കണം. ഇപ്പോൾ ഇവർ പറഞ്ഞു തരുന്നത് വീഡിയോയിൽ കാണുന്ന ഭാഗമെന്ന് വെച്ചാൽ എന്താ ഇതിനെ കുറിച്ചാണ്. ഇപ്പോൾ യാത്ര ആരംഭിച്ചു, ഇരുട്ടത്ത് കാണില്ല, ഫ്ലൈറ്റ് ഇപ്പോൾ ടേക്ക് ഓഫ് ചെയ്യുന്നതാണ്. ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞു, ഇപ്പോൾ പൊന്തി ആകാശത്തൂടെ പോണതാണ്. ഇപ്പോൾ കാണിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി ഏതാണ്ട് എത്താറായ സമയത്ത് നേരിട്ടപ്പോൾ പുറത്തു കണ്ട കാഴ്ചകളാണ്. ഏകദേശം
ചുമ്മാ രസത്തിന് ഞാനും ഇതിൽ കയറി നിന്ന് നോക്കി. പക്ഷേ ഭയങ്കര നമ്മളെ ക്ഷമേനെ പരീക്ഷിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ പോക്ക്. വലിയ സ്പീഡൊന്നും ഇല്ല. അപ്പോൾ പിന്നെ നടക്കുന്നതല്ല നല്ലത്. അപ്പോൾ അത് കണ്ടില്ല, മുമ്പിൽ പോണ ചേട്ടാ അതുമ്പോൾ നടക്കുന്ന. ബാഗൊക്കെ കിട്ടിക്കഴിഞ്ഞു. ഞങ്ങളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അവിടെ ഉണ്ട്.